അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു വീഡിയോ കാണുകയുണ്ടായി. സാബി ഇൻസ്പയർസ് എന്ന് പറയുന്ന ഒരു ചാനൽ നടത്തുന്ന ഒരു വ്യക്തി. അപ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള ചെറിയൊരു ക്ലിപ്പിൽ അദ്ദേഹം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലൂദ് കഴിക്കാനും വർഷാവർഷം അവിടുത്തെ ജന്മദിനം ആഘോഷിക്കാനുമൊക്കെ നമുക്ക് തെളിവുണ്ട്, അത് ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്. എന്തിനധികം ഇമാം തിർമിദി അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും എന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് തന്നെ ഉണ്ട് എന്ന് വന്നിട്ട് അദ്ദേഹം പറയാണ്. അത് പറയുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു കാര്യം, സാധാരണക്കാരെ കബളിപ്പിക്കാനാണോ അതല്ല അറിവില്ലായ്മ കൊണ്ടാണോ എന്നറിയില്ല, എല്ലാവരും സഹിഹാണെന്ന് പറഞ്ഞ തിർമിദി എന്ന് അദ്ദേഹം ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. സഹോദര, ആരാണ് പറഞ്ഞിട്ടുള്ളത് ഇമാം തിർമിദി ഉദ്ധരിച്ച മുഴുവൻ ഹദീസുകളും സഹീഹാണ് എന്ന്? മുഹദ്ദിസീങ്ങൾക്കിടയിൽ ഇജ്മാ ഉള്ള വല്ല വിഷയമാണോ? ഇമാം ബുഖാരിയുടെ സഹീഹിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഇമാം തിർമിദിയെക്കുറിച്ച് അങ്ങനെ അഭിപ്രായമുണ്ടോ? ഇല്ല. ഇമാം തിർമിദിയുടെ ഹദീസുകളിൽ സഹീഹായ ഹദീസുകളോടൊപ്പം തന്നെ ദഅഫുള്ള, ദുർബലതയുള്ള ഹദീസുകളുണ്ട് എന്നുള്ളത് ഹദീസിൽ ലോകത്ത് അറിയപ്പെട്ടിട്ടുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇയാൾ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന സമയത്ത് സഹാബികൾ മുൻകഴിഞ്ഞ അമ്പിയാക്കളെ കുറിച്ചിട്ടൊക്കെ പുകഴ്ത്തി പറയുന്നത്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമെ കുറിച്ച്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമെ കുറിച്ചിട്ടൊക്കെ പുകഴ്ത്തി പറയുന്ന ഈ ഹദീസ് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ എന്താണത്? അത് ദുർബലതയുള്ള ഹദീസാണ് എന്ന് പണ്ഡിതന്മാർ പറയാം. ഞാൻ അധികം സമയം അതിൻ്റെ ദുർബലത ബോധ്യപ്പെടുത്താനോ മറ്റൊന്നും ഇവിടെ മുതിരുന്നില്ല. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഈ ഹദീസ് സ്വഹീഹാണെന്ന് വന്നാൽ പോലും ശേഷം ഈ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും അത് തെളിവല്ല. രണ്ടാമത്തേത്, ഹദീസ് സ്വഹീഹാണോ ദഈഫാണോ മൗദൂ ആണോ എന്നൊന്നും പരിഗണിക്കാതെ എന്ത് കാര്യത്തിനും എന്തും ചെയ്യാം എന്ന് പറയുന്ന ആളുകളോട് ഞാൻ ഈ ഹദീസിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ട് എന്താണ് വേണ്ടത്? ഹദീസിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്കങ്ങനെ ചെയ്യാം, നല്ലതാണെന്ന് കരുതി അങ്ങനെ ചെയ്യാം എന്ന് പറയുന്ന ആളുകളാണ് പലപ്പോഴും ഈ സാബിയെ പോലെയുള്ള ആളുകൾ പ്രതിദാനം ചെയ്യുന്ന സമസ്ത എന്ന് പറയുന്ന സംഘടനയും മറ്റുമൊക്കെ അങ്ങനെയാണ് നമ്മൾ കണ്ടുവരാറുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ശരി, വിഷയത്തിലേക്ക് വരാം. ഈ ഹദീസ് എങ്ങനെയാണ് വർഷാവർഷം നബിദിനം കഴിക്കാനും മൗലിദ് കഴിക്കാനും ഒക്കെ തെളിവാകുന്നത്? ഈ ഹദീസ് സ്വഹീഹാണെങ്കിൽ തന്നെ അത് എന്തിനുള്ള തെളിവാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കഴിഞ്ഞുപോയ അമ്പിയാക്കളെയും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളും കഴിവിനെ കുറിച്ചിട്ടൊക്കെ ഒരാൾക്ക് പുകഴ്ത്താമെന്നുള്ളതിന് തെളിവല്ലേ? അത് പറയാം. അത് ആരാണ് ഇവിടെ എതിർക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസാത്തുകളെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചും ഒക്കെ പറയാത്ത, അതിൽ സന്തോഷിക്കാത്തതായ ഏത് മുസ്ലിമാണ് ഉണ്ടാവുക? ഒരിക്കലുമില്ല. ഇത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഒരിക്കലും ഒരാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവിടുന്ന് അറിയിച്ചു തന്നിട്ടുള്ള ശ്രേഷ്ഠതകളെക്കുറിച്ചിട്ടോ അവിടുന്ന് അറിയിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടോ പറയാൻ പാടില്ല എന്നൊരാളും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിനു വേണ്ടി പ്രത്യേക സദസ്സുകളും ഇതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള മജ്ലിസുകളും മറ്റുമൊക്കെ നിശ്ചയിക്കാൻ അതാരാണ് ദീനുൽ ഇസ്ലാമിൽ നിങ്ങൾക്ക് അനുവാദം നൽകിയിട്ടുള്ളത്? നിങ്ങൾ പറയേണ്ടതുണ്ട്. സ്വഹാബികൾ ഒരു തവണ അവരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്നല്ലാതെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തെളിയിക്കാൻ പറ്റുമോ? സ്വഹാബികൾ വർഷാവർഷം, വേണ്ട മാസം എങ്ങനെയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മദ്ഹ് പറയാൻ അവർ മജ്ലിസുകൾ ഉണ്ടാക്കിയിരുന്നു, മൗലിദ് സദസ്സുകൾ ഉണ്ടാക്കിയിരുന്നു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? അത് തെളിയിക്കേണ്ട കാര്യമാണത്. ഖുർആനിൽ അങ്ങനെ തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല, ഹദീസുകൾ അങ്ങനെ തെളിയിക്കാൻ സാധിക്കുകയില്ല, സ്വഹാബികളുടെ പ്രവർത്തനങ്ങളിലും അത് നിങ്ങൾക്ക് തെളിയിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. ഇനി നോക്കൂ സഹോദരങ്ങളെ, ഇവർ മദ്ഹ് എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അവിടുന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ നസാറ പുകഴ്ത്തിയതുപോലെ അമിതമായ പ്രശംസ, പുകഴ്ത്തൽ നിങ്ങൾ എന്നെക്കുറിച്ചാവരുത്, ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, ഫഇന്നമാ അന അബ്ദുഹു വ റസൂലു, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയും അള്ളാഹുവിൻ്റെ റസൂലുമാണ്. വലിയ ശ്രേഷ്ഠതയുള്ള സ്ഥാനമാണത്. നിങ്ങൾ വല്ലാതെ പുകഴ്ത്താൻ പാടില്ല എന്ന് പറയാം. നോക്കൂ സഹോദരങ്ങൾ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ അവിടുന്ന് ഒരു പ്രവാചകനാണ്. പക്ഷേ അവർ പുകഴ്ത്തി എന്താക്കി? പുകഴ്ത്തി ദൈവപുത്രനാക്കി, ദൈവം തന്നെ ആക്കി മാറ്റിക്കളഞ്ഞു. അപ്പോൾ ആ രൂപത്തിലേക്ക്, അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിലേക്ക് കൊണ്ടുപോകുന്ന രൂപത്തിലുള്ള ഈ പ്രശംസകളും മറ്റുമൊന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ്. നോക്കൂ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അവിടുന്ന് ഇരിക്കുന്ന സമയത്ത് ചില പെൺകുട്ടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ അടുക്കൽ ഒരു നബിയുണ്ട്, നാളെയുള്ള കാര്യങ്ങൾ പോലും ആ നബിക്കറിയും, ഗൈബ് അറിയുമെന്നുള്ള കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെൺകുട്ടികളെ തടുക്കുകയാണ്.
നിങ്ങൾ നേരത്തെ എന്താണോ പറഞ്ഞത് അത് പറഞ്ഞുകൊള്ളുക. അവർ നേരത്തെ ചില കാര്യങ്ങളൊക്കെ പുകഴ്ത്തി പറയുന്നുണ്ടായിരുന്നു, യുദ്ധത്തിലും മറ്റും പങ്കെടുത്ത ആളുകളെ കുറിച്ചിട്ട്. അത് നിങ്ങൾ പറഞ്ഞുകൊള്ളുക, അത് ഉള്ള കാര്യം പറഞ്ഞുകൊള്ളുക. ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ പറയാൻ. എന്നാൽ ഇവർ ഈ മൗലിദുകൾ എന്ന് പറഞ്ഞിട്ട് ഈ ഹദീസിൽ വന്ന ഈ കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞിട്ട്, അതും ദുർബലമായ ഹദീസാണ്, അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞിട്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവരുടെ ഓരോ മൗലൂദുകളിൽ സഹോദരങ്ങളെ വളരെ ഗൗരവമുള്ള കാര്യമാണ് ഇവർ പറയുന്നത്. മങ്കൂസ് മൗലൂദിൽ ബൈത്ത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലാ കഅഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ. ഞാൻ ഒരുപാട് പാപങ്ങൾ, കണക്കില്ലാത്ത പാപങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ പാപങ്ങളോട് ആവലാതി പറയാൻ സയ്യിദേ താങ്കളെ ഉള്ളൂ, ഖൈറൻ നബി എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് ആവശ്യം പറയാം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമ്മെ പഠിപ്പിച്ചത് വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പാപങ്ങൾ പുറത്തുതരാൻ അല്ലാഹു അല്ലാതെ ആരാണുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അള്ളാഹുവിനെ കുറിച്ചിട്ട് അവർ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുക, ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും. എന്നാൽ ഇവരുടെ മാല മൗലൂദുകളിൽ സഹോദരങ്ങൾ അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പ്രാർത്ഥിക്കുകയാണ്, നേരിട്ട് സഹായം തേടുകയാണ്. എന്നിട്ട് അള്ളാഹിനോട് ചോദിക്കേണ്ട എന്തൊക്കെ ചോദ്യങ്ങളുണ്ടോ, പാപമോചനമാകട്ടെ പോലെയുള്ള കാര്യങ്ങളാകട്ടെ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് ചോദിക്കുകയാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ നസാറാക്കൾ പുകഴ്ത്തിയതിൻ്റെ മറ്റൊരു രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്നിട്ട് ഇങ്ങനെയുള്ള മൗലൂദ് കഴിക്കാൻ ഇവന് ഈ ഹദീസ് തെളിവാക്കണം അത്രേ. ഇനി നോക്കൂ സഹോദരങ്ങൾ, ഇവർ ചെയ്യുന്ന രണ്ടാമത്തെ അബദ്ധം ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത് വർഷാവർഷമുള്ള നബിദിനം കഴിക്കാൻ ഇത് തെളിവാണെന്നാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണ്ടേ, ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ ഈ ഹദീസ് ഉണ്ടായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ഹദീസ് ലഭിച്ച ഇമാം തിർമിദി ഏതെങ്കിലും ഒരു റബീഉൽ അവൽ 12 ഒരു മൗലിദിൻ്റെ മജ്ലിസ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു റബീഉൽ അവൽ 12 അവിടുന്ന് ഒരു നബിദിനം കഴിച്ചിട്ടുണ്ടോ? ചെറിയ രീതിയിലെങ്കിലും അല്ലേ? സമസ്തയുടെ അടുത്തുള്ള അത്ര ഫണ്ടൊന്നും ചിലപ്പോൾ മുഹദ്ദിസീങ്ങളുടെ അടുക്കലും സഹാബികളുടെ അടുക്കലൊന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് വലിയ ഘോഷയാത്രയും പരിപാടിയൊന്നും അവർ നടത്തിയിട്ടുണ്ടാവുകയില്ല. എന്നാൽ അവരെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഒരു കാരക്കമുണ്ടെങ്കിലും കാരക്കച്ചീളുണ്ടെങ്കിലും അവർ നടത്തിയിട്ടുണ്ടോ? ഈ പറയുന്ന ഏതെങ്കിലും ഒരു മുഹദ്ദിസ് നിങ്ങൾക്ക് നടത്തിയത് കാണാൻ പറ്റുമോ? ഇമാം ബുഖാരിയോ മുസ്ലിമോ തിർമിദിയോ നസായിയോ ഇബ്നു മാജയോ ആരെങ്കിലും? ഇനി അതിനു മുമ്പുള്ള 4 അയിമ്മത്തുകൾ നമ്മുടെ ഷാഫി മദ്ഹബിൻ്റെ ആളുകളാണെന്ന് പറയുന്നു. ആ രൂപത്തിൽ മദ്ഹബിൻ്റെ ഇമാമിങ്ങളെ ആ രൂപത്തിൽ ബഹുമാനിക്കുന്നു എന്ന് പറയുന്നു. ഏതെങ്കിലുമൊക്കെ ഒരു മദ്ഹബിൻ്റെ 4 മദ്ഹബിൻ്റെ ഒരു ഇമാമിനെ നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? ഇല്ല. എന്നിട്ട് ഇപ്പുറത്തുള്ള ഒരു സുയൂത്തി അവിടെ പറഞ്ഞിട്ടുണ്ട്. അതാണ് അത്ര ദീനിൽ തെളിവ്. ആരാണ് നിങ്ങളെ പഠിപ്പിച്ച ദീനിൽ തെളിവാകാൻ ഏതെങ്കിലുമൊക്കെ ഒരു ഇമാം ഒരു ഗ്രന്ഥത്തിൽ എഴുതിയാൽ ദീനിൽ തെളിവാണ് എന്നുള്ളത്? ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത്? ഏത് അടിസ്ഥാനത്തിലാണ് നിങ്ങളാ പറയുന്നത്? എങ്ങനെയാണ് ദീനിലൊരു കാര്യം ഒരു ഗ്രന്ഥത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് തെളിവാക്കുന്നത്? സാധാരണക്കാർക്ക് കാര്യങ്ങൾ അറിയില്ല എന്നതുകൊണ്ട് ഈ രൂപത്തിൽ ദുർവ്യാഖ്യാനം ചെയ്ത് അവളെ വഞ്ചിക്കാൻ പാടില്ല. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. നിങ്ങളെ പിൻപറ്റിക്കൊണ്ട് നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് ആളുകൾക്ക് അവർക്കുണ്ടാകുന്ന തെറ്റിദ്ധാരണകൾക്ക് ആക്കം കൂട്ടുന്ന രൂപത്തിൽ സംസാരം നടത്തരുത്. മറിച്ച് ഈ ആളുകളൊക്കെ ഇത്തരം പറയുന്ന കാര്യങ്ങളിൽ നിന്ന് എതിർക്കേണ്ട ബാധ്യതയുള്ള ആളുകളാണ് നിങ്ങൾ. അത് ചെയ്യാതെ ഈ രൂപത്തിൽ തെറ്റിദ്ധാരണ പരത്താൻ പാടില്ല. അതുകൊണ്ടൊന്നുകൂടി ഞാൻ പറയട്ടെ, ഇങ്ങനെ വർഷാവർഷം നബിദിനം കഴിക്കാൻ ഈ ഹദീസ് തെളിവാണെങ്കിൽ എന്തുകൊണ്ട് സ്വഹാബികളിൽ ഒരാൾ പോലും കഴിച്ചിട്ടില്ല? ഒരാളെങ്കിലും, ഒരു സ്വഹാബിയെങ്കിലും ഒരു റബീഉൽ അവൽ 12 ഒരു നബിദിനം കഴിക്കുന്ന ഒരവസ്ഥ അവർ ചെയ്തിട്ടുണ്ടോ? അല്ല, നബിദിനം കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ടെക്നോളജി പരമായി കണ്ടുപിടിച്ച് ചെയ്യേണ്ട വല്ല കാര്യമാണ്. അവർക്ക് മസ്ജിദുൻ നബവി ഉണ്ട്, അവർക്ക് ഈ പറയുന്ന മജ്ലിസ് നടത്താം, അവിടെ റാലി മദീനത്ത് നടത്താം, അവർക്ക് ഭക്ഷണം വിതരണം ചെയ്യാം, അല്ലേ? അവർക്ക് നടത്താമല്ലോ. സ്വഹാബികൾ ചെയ്തിട്ടില്ല, താബിഈങ്ങൾ ചെയ്തിട്ടില്ല, താബിഈങ്ങൾ ചെയ്തിട്ടില്ല, 4 മദ്ഹബിൻ്റെ അയിമ്മത്തുകൾ ചെയ്തിട്ടില്ല, മുഹദ്ദിസീങ്ങൾ ചെയ്തിട്ടില്ല. ഈ പറയുന്ന ഒരുപാട് ആളുകൾ ഉദ്ധരിച്ചല്ലോ. ഇബ്നു കസീറിനൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. ഒക്കെ നമ്മളെല്ലാം നമ്മൾ തഫ്സീറിലൊക്കെ നോക്കിയിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ ഹദീസ് ഗ്രന്ഥമൊക്കെ നമ്മുടെ അടുത്തുണ്ട് എന്നൊക്കെ പറയാൻ ഉദ്ധരിക്കുന്നത്. ഇവരാരെങ്കിലുമൊക്കെ നബിദിനം കഴിക്കുന്നതായിട്ട്, നബിദിനം കഴിക്കണം എന്ന് പറയുന്നതായിട്ട് നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റിയോ? നിങ്ങൾ ഇന്നൊരു ഗ്രന്ഥം സുയൂത്തിയുടെ ഉദ്ധരിച്ചു, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു ഖുർആനിൽ ഒരു ആയത്ത് ഉദ്ധരിക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് ഹദീസ് ഉദ്ധരിക്കാൻ പറ്റുന്നില്ല? ഇങ്ങനെ അവിടുന്ന് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് തെളിവാക്കാൻ പരിശ്രമിക്കുകയാണ്. വിഫല ശ്രമം മാത്രമാണ്. നാളെ റബ്ബിൻ്റെ കോടതിയിൽ ദീനിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഈ പറയുന്നതിന് വലിയ മറുപടി പറയേണ്ടി വരും എന്ന് ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. വഹദ വല്ലാഹു തആല അലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.